ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിഒഎയുടെ മൊഡ്യൂൾ 1ന്റെ രജിസ്റ്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒത്തിരി ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് കൂടുന്നതാണ്. അപ്പോൾ അതിൽ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്കുള്ള ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാകും. സോ നമുക്ക് ഈ ഡേറ്റ എങ്ങനെയാണ് രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ പറഞ്ഞ ഓരോ രജിസ്റ്ററിലും ആക്ച്വലി 2 കൺട്രോൾ സിഗ്നൽസ് ആണുള്ളത്. ഓരോ രജിസ്റ്ററിനും 2 കൺട്രോൾ സിഗ്നൽസ് ആണുള്ളത്. ഈ കൺട്രോൾ സിഗ്നൽസിന്റെ ബേസിക്കലി വർക്കിങ്ങിലാണ് ഡേറ്റ ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റേ രജിസ്റ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 2 കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ രജിസ്റ്ററിലെ കണ്ടന്റിനെ ബസ്സിലേക്ക് പ്ലേസ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് രജിസ്റ്ററിലെ കണ്ടന്റിനെ ബസ്സിലേക്ക് പ്ലേസ് ചെയ്യാനാണ്. കണ്ടന്റ് ഇൻസൈഡ് ദ രജിസ്റ്റർ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബസ്. അതിനു വേണ്ടിയാണ് ഒരു കൺട്രോൾ സിഗ്നൽ. സെക്കൻഡ്, സോ രജിസ്റ്ററിൽ നിന്ന് കണ്ടന്റ് ഔട്ട് ആകുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബസ്സിലുള്ള കണ്ടന്റിനെ കറസ്പോണ്ടിങ് ഒരു രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ രജിസ്റ്ററിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അതിലേക്ക് ഇൻ ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഈ 2 കൺട്രോൾ സിഗ്നൽസ് ആണ് ഓരോ രജിസ്റ്ററിലെയും ഡേറ്റനെ ട്രാൻസ്ഫർ ഇൻ ആൻഡ് ഔട്ട് കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിംപ്ലി പറയുകയാണെങ്കിൽ സപ്പോസ് ഇതൊരു രജിസ്റ്റർ RI ആണ് എങ്കിൽ അതിലേക്ക് ഇൻ ആവാൻ വേണ്ടി കൺട്രോൾ സിഗ്നൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്വിച്ച് ഉണ്ട്, അതിനെ ഡീൽ ചെയ്യുന്ന കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽ RIയിലേക്ക് ഇൻ ആയതുകൊണ്ട് RI ഇൻ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നലും, സപ്പോസ് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു എന്നാണെങ്കിൽ RIയുടെ കറസ്പോണ്ടിങ് ഈ ഒരു സ്വിച്ചിനെ ഡീൽ ചെയ്യുന്നത് RI ഔട്ട് എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നലും ആയിരിക്കും. ഇത് എല്ലാ രജിസ്റ്റേഴ്സിനും ഉള്ളത് തന്നെയാണ് ഇത്. അപ്പൊ ഇത് കണക്റ്റഡ് ആയിരിക്കുന്നത് ബസ്സിലേക്കായിരിക്കും. അപ്പോൾ ബസ്സിൽ നിന്ന് ഒരു കണ്ടന്റിനെ രജിസ്റ്റർ RIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ RI ഇൻ ഈക്വൽ ടു 1 എന്ന് സെറ്റ് ആകുമ്പോഴാണ് ബസ്സിലെ കണ്ടന്റ് RIയിലേക്ക് പോകുന്നത്. സിമിലർലി രജിസ്റ്ററിൽ നിന്ന് ബസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ RI ഔട്ട് ഈക്വൽ ടു 1 എന്നത് സെറ്റ് ചെയ്യുമ്പോഴാണ് അത് കറസ്പോണ്ടിങ് ബസ്സിലേക്ക് ലോഡ് ആവുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. സപ്പോസ് ഇതുപോലെ തന്നെ ഒരു രജിസ്റ്റർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ R1ൽ നിന്ന് R4ലേക്കുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ സിമിലർലി ഇതുപോലെ തന്നെ R4നും ഒരു രജിസ്റ്റർ ഉണ്ടാകും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇത് ബസ് ആണെങ്കിൽ ആൻഡ് വി ആർ denoting a transfer of the content from R1 to R4, then it is like R1 content, R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിന്റെ ഇൻ ആയിട്ടുള്ള R1 ഇന്ന് ഓൾറെഡി കണ്ടന്റ് R1ലുണ്ട്. സോ നമ്മൾ R1 ഇന്നൊന്നും സെറ്റ് ചെയ്യുന്നില്ല. R1 ഔട്ട് ഈക്വൽ ടു 1 സെറ്റ് ചെയ്യുമ്പോൾ R1ലെ കണ്ടന്റ് ബസ്സിൽ വന്നു. സിമിലർലി ഇത് R4ലേക്കാണ് പോകേണ്ടത്. സോ R4ന്റെ ഇന്ന്, സോ R4 ഇൻ ഈക്വൽ ടു 1 എന്ന് സെറ്റ് ആകുമ്പോൾ ആ കണ്ടന്റ് R4ൽ വരും. അഗെയിൻ R4ന് ഔട്ട് ഉണ്ടാകും. പക്ഷെ ഔട്ട് ഇവിടെ നമ്മളൊന്നും സെറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് R4ൽ നിന്നൊന്നും വെളിയിലേക്ക് പോകേണ്ടതില്ല. സെറ്റ് ആയത് R1 ഔട്ട് ഈക്വൽ ടു 1 എന്നും R4 ഇൻ ഈക്വൽ ടു 1 എന്നുമാണ്. അപ്പോഴാണ് R1ലെ കണ്ടന്റ് R4ലേക്ക് സ്റ്റോർ ആവുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ALUവിന്റെ പണിയാണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ. സോ ALU എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റോറേജ് ഒന്നും ഇല്ലാത്ത ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ആണ്. സോ ALU ഈസ് ബേസിക്കലി എ കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് ഇറ്റ് ഹാസ് നോ സ്റ്റോറേജ്. അഡീഷണൽ സ്റ്റോറേജ് ഒന്നും അതിനില്ല. ഇതിന്റെ ALU എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കണ്ടിട്ടുണ്ട്, 2 A, B എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ ഈ എയിലും ബിയിലും വരുന്ന ഇൻപുട്ട് എന്താണോ ആ കറസ്പോണ്ടിങ് ആ ഇൻപുട്ടിനെ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് പെർഫോം ചെയ്യുക എന്നത് മാത്രമാണ് ALUവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ A എന്ന് പറഞ്ഞ ഇൻപുട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു മക്സിൽ നിന്ന് വരുന്നതാണ്. B എന്ന് പറയുന്ന ഇൻപുട്ട് ഡയറക്റ്റ് ആയിട്ട് ബസ്സിൽ നിന്ന് വരുന്നതുമാണ്. ഡയറക്റ്റ് ആയിട്ട് ബസ്സിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് അഗെയിൻ ALU അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആ റിസൾട്ടിനെ Z എന്ന് പറഞ്ഞ ഒരു രജിസ്റ്ററിലേക്കാണ് ടെമ്പററി രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് എങ്ങോട്ടാണോ കറസ്പോണ്ടിങ് ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണാം.